ഹായ് സ്റ്റുഡൻസ്, മിസ് നിഫി മിസ് എത്തിയിരിക്കുന്നു. നമ്മൾ കഴിഞ്ഞ സെക്ഷനിലൊക്കെ പറഞ്ഞത് വെൽത്ത് ആൻഡ് നേഷനിലാണ്. അതിൻ്റെ ഒരു 4th സെക്ഷനിലേക്ക് നമ്മൾ എത്തി. കഴിഞ്ഞ സെക്ഷനിൽ ലാസ്റ്റ് മിസ് പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? കേട്ടിട്ടില്ലെങ്കിൽ ഒന്നുകൂടി കേട്ടു നോക്കാം. മിസ് എന്നാലും പറയാം. മിസ് പറഞ്ഞത് നമ്മളിങ്ങനെ വേൾഡ് വാറിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. കോളനിയൊക്കെ സ്ഥാപിച്ചു, ഇനി വേൾഡ് വാറിലേക്ക് എത്തുകയാണ്. അപ്പം ഇന്നൊരു യുദ്ധത്തിന്റെ അന്തരീക്ഷമായിരിക്കും നമുക്ക് ഈ സെക്ഷനിൽ. യുദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലതല്ല, എന്നിരുന്നാലും ആ യുദ്ധത്തിന്റെ കുറെ ഇഫക്ട്സുകളുണ്ട്. അപ്പൊ മിസ് ഇന്ന് പറയാൻ പോകുന്നത് വേൾഡ് വാറിനെ കുറിച്ചാണ്. ഫസ്റ്റ് വേൾഡ് വാറിനെ പറ്റി പറയുന്നു. യുദ്ധം കാരണം ഉണ്ടായ കാരണങ്ങൾ, യുദ്ധത്തിലേക്ക് എങ്ങനെ നയിച്ചു, കോസസ്, അത് റിലേറ്റഡ് കുറച്ച് ഇവന്റ്സ്, ചില ടോപ്പിക്സ്, ചില ടേംസ്, ടെക്നിക്കൽ ടേംസ്, പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ ആഫ്റ്റർ മാത്ത്, അതായത് അതിൻ്റെ പരിണാമം, അതിൻ്റെ ഒരു റിസൾട്ട്സ് എന്താണ്, അതെങ്ങനെ സൊസൈറ്റിയെ അഫക്റ്റ് ചെയ്തു, ഒരു നേഷനെ തന്നെ എങ്ങനെ അഫക്റ്റ് ചെയ്തു എന്നാണ് മിസ് പറയുന്നത്. അപ്പം ചെറിയ യുദ്ധത്തിൻ്റെ ഒരു അന്തരീക്ഷത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ലോകം മുഴുവനും ഇങ്ങനെ യുദ്ധം നടക്കാൻ പോകും. ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി ഓൾമോസ്റ്റ് എല്ലാ കൺട്രീസും ഈ യുദ്ധത്തിന്റെ ഒരു ഭാഗമായിരുന്നു. ആ ഒരു പാർട്ട്, യുദ്ധത്തിന്റെ കാലഘട്ടം പർട്ടിക്കുലർലി തുടങ്ങുന്നത് ഇറ്റ്സ് ഓൺ 1914 മുതൽ 1918 വരെയുള്ള കാലഘട്ടത്തിൽ കൺട്രീസ് ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി ഇൻവോൾവ് ആയിട്ടുണ്ട് ഈ വാറിൽ. ആ ഒരു കാലഘട്ടത്തിലെ വാർ പീരീഡിനെയാണ് നമ്മൾ ഫസ്റ്റ് വേൾഡ് വാർ എന്ന് പറയുന്നത്. പല കൺട്രികൾ ഡയറക്ട്ലി, ചില കൺട്രികൾ സ്പെസിഫിക്കലി ഇൻവോൾവ് ആയിട്ടുണ്ട്. അത് നമ്മൾ വരുന്ന സെക്ഷനിൽ ഇത്തിരി കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ മിസ് പറഞ്ഞു തരും. അപ്പം സ്പെസിഫിക്കലി പറയുമ്പോൾ ആ ഒരു മേജർലി ഇൻവോൾവ് ആയ കൺട്രീസ് ഉണ്ട്. അവരുടെ അലീഡ് പവേഴ്സ് എന്നും സെൻട്രൽ പവേഴ്സ് എന്നും പറയും. ഇവരെങ്ങനെ ഫോം ചെയ്യുന്നു, ഇനി എന്താണ് വാർ എന്ന് പറയുന്നത് 1914 മുതൽ 1918 കാലഘട്ടത്തിൽ ഉണ്ടായ ഒരു കോൺഫ്ലിക്റ്റ് ആണ്. ഈ കോൺഫ്ലിക്റ്റിനെയാണ് ഫസ്റ്റ് വേൾഡ് വാർ എന്ന് പറയുന്നത്. ഇനി ഇതിന് ചില റീസൺസ് ഉണ്ടാവുമല്ലോ, എങ്ങനെ ഇതിലേക്ക് എത്തിപ്പെട്ടു, എങ്ങനെ യുദ്ധം ആവണം എന്നൊരു തോന്നലിലേക്ക്. ഒരു യുദ്ധത്തിനും എന്തൊരു പ്രശ്നമാണെങ്കിലും അതിന് ചില ബാക്ക്ഗ്രൗണ്ട്സ് ഉണ്ടാവും, ചില റീസൺസ് ഉണ്ടാവും, കോസസ് ഉണ്ടാവും. നമുക്ക് ആ കോസസിലേക്ക് നോക്കാം. ഫസ്റ്റ് കോസസ് മിസ് കഴിഞ്ഞ സെക്ഷനിലൊക്കെ പറഞ്ഞാണ്. കോളനിവൽക്കരണം, അതേപോലെ തന്നെ ഗ്ലോബൽ എക്സ്പ്ലോറേഷന്റെ ഭാഗമായിട്ടാണ് കോളനിവൽക്കരണം ഉണ്ടായി, ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻസ് ഉണ്ടായി, പിന്നീട് ഇമ്പീരിയലിസം ഉണ്ടായി. ഒരു ഇമ്പീരിയലിസത്തിന്റെ ഒരു പവർ, ഇമ്പീരിയലിസം അതായത് കോളനി വേണം, ഓരോ നേഷൻസിനും എനിക്ക് കോളനിയൽ പവർ വേണം, എൻ്റെ പ്രോഡക്ട്സ് അവിടെ സെല്ലാവണം, അങ്ങനെ കൂടുതൽ കോമ്പറ്റേറ്റീവ് മൈൻഡ് സെറ്റിലേക്ക് വന്നു. അങ്ങനെ ആ ഒരു കോമ്പറ്റീഷൻ അതൊരു റൈവലറി ആയി മാറി. എന്താണ് റൈവലറി ആയി മാറി? അവർക്കിടയിൽ ഒരു യുദ്ധത്തിന്റെ ഒരു ഇതിലേക്ക് അറിഞ്ഞോ അറിയാതെയോ ഒരു കോമ്പറ്റേറ്റീവിൽ നിന്ന് റൈവലറി, ശത്രുതയിലേക്ക് മാറാൻ തുടങ്ങി. അതിന് കാരണം എന്താ? ഓരോരുത്തരും മുന്നിലേക്ക് വരണം. അപ്പം ഈ ന്യൂ ഇമ്പീരിയൽ നേഷൻസ് ആകുമ്പം അധീനതയിൽ ചില നേഷൻസിനെ എത്തണം എന്ന് തോന്നുമ്പം അവർക്ക് പുതിയ കൊളോണിയൽ നേഷൻസിനെ കിട്ടണമെങ്കിൽ ഈ പഴയ ഇമ്പീരിയൽ നേഷൻ എവിടെയാണോ കൊളോണിയൽ പവർ ഇട്ടിരിക്കുന്നത് അവിടെ ഇത്തിരി കൂടി ഇഫക്റ്റീവായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തെങ്കിൽ മാത്രമേ ന്യൂ നേഷൻസ് ഇമ്പീരിയൽ പവറിലേക്ക് എൻഗേജ് ആവാനും അവർക്ക് എക്സ്പാൻഡ് ചെയ്യാനും ആ കൺട്രിയിൽ വെൽത്ത് ഉണ്ടാവാനും പറ്റത്തുള്ളൂ. അപ്പം ഓൾഡ് നേഷൻസിനെ ഈ കൊളോണിയൽ നേഷനിൽ എവിടെയാണോ ഓൾഡ് ഇമ്പീരിയൽ പവേഴ്സ് ഉള്ളത് അവിടെ നിന്നെല്ലാം മാറ്റി പുതിയ ഇമ്പീരിയൽ പവർ ഇത്തിരി കൂടി അടിച്ചമർത്തപ്പെട്ടെങ്കിൽ മാത്രമേ പുതിയ നേഷൻസ് അവരുടെ പുതിയ ന്യൂ ഇമ്പീരിയൽ പവേഴ്സ് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അതിൽ ഏറ്റവും കൂടുതൽ മുന്നിലേക്ക് വന്നത് ജർമ്മനിക്കാണ് സാധിച്ചത്. എങ്ങനെയാണ്? ജർമ്മനിക്കാണ് ഏറ്റവും കൂടുതൽ സാധിച്ചത്. ബിക്കോസ് ഇറ്റ് ഹാസ് പ്രോഗ്രസ്ഡ് എങ്ങനെ? എക്കണോമിക്കൽ ആൻഡ് ഇൻഡസ്ട്രിയലി, എക്കണോമിക്കലിയും ആൻഡ് ഇൻഡസ്ട്രിയലി
ഇൻഡസ്ട്രിയലി ജർമ്മനിക്ക് ഇത്രയൊരു പ്രോഗ്രസ് അറ്റൈൻ ചെയ്യാനായിട്ട് സാധിച്ചു. അപ്പം ജർമ്മനി എക്കണോമിക്കലി ആൻഡ് ഇൻഡസ്ട്രിയലി വ്യവസായവൽക്കരണമായി അവർ പ്രോഗ്രസ് എത്തിയപ്പം നാച്ചുറലി അവർക്ക് കൂടുതൽ മാർക്കറ്റ്സ്, അവരുടെ പ്രോഡക്റ്റ് സെല് ചെയ്യാൻ വേണ്ടി മാർക്കറ്റ് സീക്ക് ചെയ്യേണ്ടി വന്നു. അപ്പൊ കൂടുതൽ നേഷൻസിലേക്ക് അവർ കൂടുതൽ ഇറങ്ങാൻ തുടങ്ങി. അപ്പൊ എന്ത് സംഭവിച്ചു? അവരുടെ ആ ഒരു പവർ സ്ട്രെങ്ത് കണ്ടപ്പോൾ മറ്റ് ഇമ്പീരിയൽ പവേഴ്സിന് ഇത്തിരി കുശുമ്പൊക്കെ ഉണ്ടായി. അപ്പൊ അതെന്തുണ്ടായി? അതൊരു റൈവലിലേക്ക് നയിക്കും. ആ കുശുമ്പുണ്ടായാലും പ്രധാന ആൾക്കാർ ആരൊക്കെയാണ്? ഫ്രാൻസ് ആൻഡ് ഇംഗ്ലണ്ട്. ഫ്രാൻസിനും ഇംഗ്ലണ്ടിനുമാണ് ആ ഒരു ജർമ്മനിയുടെ വളർച്ച കണ്ടിട്ട് ഇത്ര കൺസേൺ ആയി. ഓ, ജർമ്മനി ഈസ് ഗ്രോയിങ്, ഇറ്റ്സ് എക്കണോമിക്കലി ആൻഡ് ഇൻഡസ്ട്രിയലി ഗ്രോയിങ് എന്നൊരു തോട്ടിലേക്ക് അവർ വന്നു. ജർമ്മനി വളർന്നുകൊണ്ടിരിക്കുന്നു. മിസ് പറഞ്ഞു ഫ്രാൻസ് ആൻഡ് ഇംഗ്ലണ്ടിന് ഒരു കൺസേൺ ആയി, ജർമ്മനി വളർന്നുകൊണ്ടിരിക്കുന്നു. അവർക്ക് ചില കൺസേൺസ് ആണ് ഉണ്ടായത്. കൺസേൺസ് ഉണ്ട്. എന്നാൽ ജർമ്മനിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ ജർമ്മനി എക്കണോമിക്കലി ആൻഡ് ഇൻഡസ്ട്രിയലി അവർ ഡെവലപ്ഡ് ആയതുകൊണ്ട് തന്നെ they want to expand more, they want to sell their products in more market, so they have to seek for more colonial nations. കൊളോണിയൽ നേഷൻസ് അവർക്ക് വേണ്ടതായിട്ട് വരുന്നു. അപ്പൊ അവരെന്ത് ചെയ്തു? ആദ്യം ഏഷ്യ ആഫ്രിക്ക നോക്കി. ഏഷ്യ ആൻഡ് ആഫ്രിക്ക നോക്കി. ഏഷ്യ ആഫ്രിക്കയെ നോക്കിയപ്പോഴെന്താ കണ്ടത് അവര്? അത് ഓൾറെഡി ആരുടെ കയ്യിലുണ്ട്? ബ്രിട്ടീഷ് ആൻഡ് ഫ്രഞ്ചിന്റെ കയ്യിൽ. ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും ഈ ഏഷ്യ ആൻഡ് ആഫ്രിക്ക കൊളോണിയൽ നേഷനിലേക്ക് അവരുടെ പവർ ഇംപ്ലിമെന്റ് ചെയ്തു കഴിഞ്ഞു. അപ്പൊ ജർമ്മനിക്ക് ഇത്രയോട് വ്യക്തമാണ്. ഈ ഒരു ഇമേജിലേക്ക് നമുക്ക് നോക്കാം. കണ്ടില്ലേ, ജർമ്മനി ഇവിടെ കിടക്കുക. അപ്പം ജർമ്മനിക്ക് ഏഷ്യ ആഫ്രിക്ക കോണ്ടിനെന്റ്സിലെ ഇൻഫ്ലുവൻസ് വേണം, അവർക്ക് ഇമ്പീരിയൽ പവർ ഇമ്പോസ് ചെയ്യണം. പക്ഷെ അവിടെ നോക്കിയപ്പം ജർമ്മനി അവിടെ ചെന്നപ്പോ എന്താ കണ്ടത്? ബ്രിട്ടീഷ് ആൻഡ് ഫ്രഞ്ച് ഓൾറെഡി ഹാവ് ഇമ്പീരിയൽ പവർ. അവർ ഇമ്പീരിയൽ പവറിൽ ഇങ്ങനെ സ്ട്രോങ് ആയിട്ട് നിൽക്കുവാണ്. അപ്പൊ ജർമ്മനിക്ക് എന്തുണ്ടായി? സ്വാഭാവികമായി ഇത് കിട്ടുന്നില്ല എന്നറിയുമ്പോൾ ചെറിയ വിഷമം ഉണ്ടാവും. വിഷമിച്ചിരുന്നിട്ടും കാര്യമില്ല. ജർമ്മനി എന്ത് ചെയ്തു? അടുത്ത വഴി കണ്ടെത്തി. അപ്പൊ നമുക്ക് ഇതുവഴി പോകാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അടുത്ത കറങ്ങി തിരിഞ്ഞായാലും വേറൊരു വഴിയായാലും നമ്മൾ എങ്ങനെയായാലും എത്താൻ നോക്കും, അല്ലേ? അതാണ് ഈ ജോഗ്രഫിക്കൽ എക്സ്പ്ലോറേഷൻ എന്നതിന്റെ പ്രധാന കാരണം. അത് മിസ് ഫസ്റ്റ് സെക്ഷനിൽ പറഞ്ഞു. അത് തന്നെയാണ് ജർമ്മനി എന്ത് ചെയ്തു? അവർക്ക് ഏഷ്യ ആൻഡ് ആഫ്രിക്ക കിട്ടാതായപ്പോൾ അവരെന്ത് ചെയ്തു? ചില പ്രൊജക്ട് ലൈൻസ് ഒക്കെ ചെയ്തു. നമുക്ക് തന്നെ അറിയാം, റീസെന്റ് ചെനബ് റെയിൽവേ എന്ന് പറഞ്ഞ ബ്രിഡ്ജ് ഉണ്ടാക്കിയിരിക്കുന്നു ജമ്മു കാശ്മീർ റീജിയനിൽ. അതായത് ഇത്തിരി ട്രാൻസ്പോർട്ടേഷൻ എളുപ്പമാക്കാം, നമുക്ക് ഇത്തിരി കമ്മ്യൂണിക്കേറ്റീവ് ആക്കാനായിട്ട് സാധിക്കും. ആ ഒരു ഓരോ റീജിയനിലും ആ വഴി പോകുമ്പോൾ ഓരോ റീജിയനിലും അവിടെ ഇത്തിരി ഡെവലപ്മെന്റ് ഉണ്ടാകുന്ന പോലെ തന്നെ ആ ഒരു റീജിയനിൽ ഓരോ സ്പെസിഫിക് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഡെവലപ്മെന്റ് സാധിക്കും. അതുകൊണ്ടാണ് ആ ചെനബ് റെയിൽവേ ബ്രിഡ്ജ് ഇത്തിരി ഫേമസ് ആണ്. ബിക്കോസ് ഇറ്റ് ഹാസ് റിസ്കി രീതിയിലാണ് ഉണ്ടാക്കിയത്. ഇറ്റ്സ് വണ്ടർഫുൾ. ഓക്കെ, അതേപോലെ ഇവിടെ നമ്മൾ ജർമ്മനിയുടെ കേസ് വരുമ്പോൾ ജർമ്മനി എന്ത് ചെയ്തു? വെറുതെ നിന്നില്ല, ഒരു ബെർലിൻ ബഹദാബാദ് റെയിൽവേ ലൈൻ ഉണ്ടാക്കി. എന്താണ് ബെർലിൻ ബഹദാബാദ്? മാപ്പിലേക്ക് പോകും, മിസ് കാണിച്ചു തരാം. ബെർലിൻ എന്ന് പറഞ്ഞാൽ ജർമ്മനിയുടെ ബെർലിൻ നിന്ന് അത് എതുവഴി വരുന്ന ഇങ്ങനെ തുർക്കി വഴി ഇങ്ങനെ വന്ന് ബഹദാബാദ്, ഇറാഖിലെ ബഹദാബാദ് വരെ എത്തുന്നുണ്ട്. അങ്ങനെ ഒരു റെയിൽവേ ലൈന് സൃഷ്ടിക്കാൻ ആർക്ക് സാധിച്ചു? ജർമ്മനിക്ക് സാധിച്ചു. അപ്പം ഇങ്ങനെ ഒരു റെയിൽവേ ലൈൻ, ഇങ്ങനൊരു റെയിൽവേ ലൈൻ വന്നു കഴിഞ്ഞാൽ തീർച്ചയായും അതിലൂടെ പോകുന്നവർക്ക്, ബിക്കോസ് ആ നേഷൻസ് കീഴടക്കുന്ന ഓരോരുത്തരും ഉണ്ടല്ലോ, അത് കാണുമ്പം ജർമ്മനി ഇത്രയും ഒരു റെയിൽവേ ലൈൻ പ്ലാൻഡ് ആവുന്നു. അപ്പം തീർച്ചയായും ബാക്കിയുള്ളവർക്ക് ഒരു ഫിയർ ഉണ്ടാവും. അവർക്ക് എന്താണ് ഒരു ഭയം ഉണ്ടാവും. ഇനി എന്തായിരിക്കും ജർമ്മനിയുടെ പ്ലാൻ? ജർമ്മനി എങ്ങനെയായിരിക്കും മുന്നോട്ട് പോകുന്നത്? ജർമ്മനി ഇതിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യണം പ്രൊജക്ട്. അപ്പം അങ്ങനെ ഒരു റൈവലറി അവർക്കിടയിൽ ഉണ്ടാവും. കാരണം ജർമ്മനി കൂടുതൽ ഇപ്പോൾ ഓൾറെഡി ജർമ്മനി എക്കണോമിക്കലി ആൻഡ് ഇൻഡസ്ട്രിയലി സ്റ്റേബിൾ ആണ്, സ്ട്രോങ് ആണ്. അപ്പൊ വീണ്ടും ഒരു റെയിൽവേ ലൈൻ ബഹദാബാദ് വരെ വരുമ്പോൾ തീർച്ചയായും ഡബിൾ സ്ട്രോങ് ആവാനുള്ള ചാൻസസ്
കൂടുതലാണ്. ഈ ഒരു റെയിൽവേ ലൈൻ കണ്ടില്ലേ, പല കൺട്രീസിനെ കണക്ട് ചെയ്തുകൊണ്ട് ജർമ്മനിയിലേക്ക് എത്തുന്നു. തീർച്ചയായും ഈ ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം ഇത്തിരി കൂടി അഡ്വാൻസ്ഡ് ആവുന്നു. ഓരോ റീജിയൻസിലും ജർമ്മനിക്ക് ഇൻഫ്ലുവൻസ് ഉണ്ടാവുന്നു. ദിസ് പ്രോജക്ട് അലാർമഡ് ഇംഗ്ലണ്ട്, ഫ്രാൻസ്, റഷ്യ as they feared it could threaten the security of their territories. അങ്ങനെ ഇങ്ങനെ ഒരു പ്ലാൻ പോയി കഴിഞ്ഞാൽ റഷ്യയും ഫ്രാൻസും ഇംഗ്ലണ്ടും ഫിയർ ആയി. കാരണം അവരുടെ ഒരു ടെറിട്ടോറിയൽ റീജിയനിലേക്ക് ജർമ്മനി വരാനുള്ള ചാൻസസ് ഉണ്ടാവും. അതാണ് ഇമ്പീരിയൽ റൈവലറി, ആ ഒരു റൈവലറിയിലേക്ക് നയിച്ചു. സെക്കൻഡ് കോസ് ആണ് എക്സ്ട്രീം നാഷണലിസം. തീവ്ര ദേശീയത്വം എന്ന് പറയുമ്പോൾ നമ്മുടെ നേഷനെ പറ്റി അഥവാ നമ്മുടെ ഒരു എക്സ്ട്രീം ചിന്താഗതി, ഒരു ഇന്റൻസ് ഇമോഷണൽ തോട്ട്, ഇതൊക്കെ പറയും. ഒരു തോട്ട്, ഒരു നേഷനെ പറ്റി ഇന്റൻസ് ആയിട്ട് തോട്ടുണ്ടാവുക, എക്സ്ട്രീമായിട്ട് തോട്ടുണ്ടാവുന്ന ഒരു ഇതിനെയാണ് നമ്മൾ പറയുന്നത് എക്സ്ട്രീം നാഷണലിസം. അത് നമ്മുടെ ഒരു ദേശത്തോട് അമിതമായ ഒരു ആരാധന, അമിതമായ ചിന്തയുള്ള ഒരു സിസ്റ്റം. നമ്മൾ ഇനി വരുന്ന സെക്ഷനിൽ നമ്മൾ അതിന് ഫേമസ് എക്സാമ്പിൾ ആയ ഹിറ്റ്ലറിനെ ഒക്കെ മിസ് പറയും. ഇവിടെ അതിന് ഒരു തുടക്കം മാത്രമാണ്. ഇപ്പൊ ഒരു എക്സ്ട്രീം നേഷനിലോടുള്ള ഒരു extreme nationalism refers to intense and emotional devotion to one's country, often involving its excessive glorification. Sometimes അതൊരു ഗ്ലോറിഫിക്കേഷൻ വരെ എത്തും. അതായത് ഇല്ലാത്ത കാര്യങ്ങൾ ചിലപ്പോൾ ഉണ്ടാക്കി വരപ്പം, പിന്നെ എൻ്റെ കയ്യിൽ അതുണ്ട്, എനിക്ക് അതുണ്ട്. നിങ്ങൾക്കിടയിലും ഒരു കൂട്ടുകാരനോ കൂട്ടുകാരിയോ കാണത്തില്ലേ, ഇല്ലെങ്കിൽ പോലും ഉണ്ട്, അല്ലെ ചെറിയൊരു സംഭവം ആണെങ്കിൽ പോലും അത് പൊക്കച്ച് വലുതാക്കി പറയുന്നത്. അപ്പൊ ഈ ഒരു എക്സ്ട്രീം ഗ്ലോറിഫിക്കേഷനാണ് എക്സ്ട്രീം നാഷണലിസം എന്ന് പറയുന്നത്. ഇങ്ങനെ വരുമ്പോൾ അവരൊരു റിലീജിയനെ കാണും, റേസിസത്തിലേക്ക് നയിക്കാനുള്ള ചാൻസസ് ഉണ്ട്. എന്തിലേക്ക്? റേസിസം. അതായത് അവർ ആർഗ്യൂ ചെയ്യുന്നത് ഒരു പർട്ടിക്കുലർ ദേശം ഇറ്റ്സ് ഇൻഹിബിറ്റഡ് ബൈ എ റിലീജിയൻ, ഒരു പ്രത്യേക റിലീജിയൻ ആണ് ആ ഒരു ദേശം ഇൻഹിബിറ്റ് ചെയ്യുന്നത്. ആൻഡ് ദിസ് ദേ വാണ്ട് ദാറ്റ് റീജിയൻ. അങ്ങനെ ആ റീജിയൻ അവർക്ക് കീഴടക്കണം വേണം എന്നൊരു തോട്ടിലേക്ക് വരുന്നു. അപ്പോഴും ഒരു റൈവലറി, ഒരു കോമ്പറ്റേറ്റീവ് മൈൻഡ് സെറ്റിലേക്കാണ് വരുന്നത്. അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ നമ്മുടെ റീജിയൻ അല്ല, നമ്മുടെ റീജിയൻ ഔട്ട് ഓഫ് റീജിയനിലാണ്, എന്നാൽ നമ്മുടെ ഒരു റിലീജിയൻ അവിടെ നടക്കുന്നുണ്ട്. റിലീജിയൻ ആണ് അവിടുത്തുള്ള ആളുകൾ വിശ്വസിക്കുന്നത്. ഈ ഏരിയ 2-ലാണെങ്കിൽ ഇപ്പൊ എന്ത് ചെയ്യും, ഈ ഏരിയയും കൂടി കോൺക്വർ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി എല്ലാവർക്കും ഉണ്ടാവും. എല്ലാവർക്കും ഇല്ലെങ്കിലും എസ്പെഷ്യലി ഈ ഒരു എക്സ്ട്രീം നാഷണലിസം തോട്ടുള്ളവർക്ക് ആ ഒരു നേഷനോട് നമുക്ക് വേണം. നമ്മുടെ റിലീജിയസ് റേസിസം ഉള്ളവരല്ലേ അവിടെ ഉള്ളത്, നമ്മുടെ റിലീജിയസ് തോട്ടുള്ളവരല്ലേ, വൈ നോട്ട്, വി ഹാവ് ടു കോൺകർ ദാറ്റ്. അങ്ങനെ കോൺക്വർ ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ട്. ഇത് തന്നെയായിരുന്നു ഫസ്റ്റ് വേൾഡ് വാറിന്റെ സമയത്തും ഈ ഒരു ടെൻഡൻസിയാണ് കൂടുതലുണ്ടായിരുന്നത്. അതിൽ ഏറ്റവും ഒരു എക്സ്ട്രീമായിട്ട് കാണുന്നത് ജർമ്മനി ആൻഡ് സെർബിയക്കിടയിലായിരുന്നു ഈ ഒരു എക്സ്ട്രീം നാഷണലിസം തോട്ട് കൂടുതലുണ്ടായിരുന്നു. ഇപ്പൊ മിസ് പറഞ്ഞത് എക്സ്ട്രീം നാഷണലിസം ആണ്. അതിനെ പ്രൊമോട്ട് ചെയ്ത ചില ഓർഗനൈസേഷൻസ് ഉണ്ട്. ഏതൊരു സിസ്റ്റത്തെ ആയാലും പ്രൊമോട്ട് ചെയ്യാൻ കുറച്ച് സംഘടനകളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പം അതേപോലെ തന്നെ എക്സ്ട്രീം നാഷണലിസത്തിനെ അന്ന് പ്രൊമോട്ട് ചെയ്യാനായിട്ട് കുറച്ച് സംഘടനകളുണ്ട്. ആ ഒരു ഇതാണ്. ഫസ്റ്റ് വൺ ഈസ് പാൻ ജർമനിസം ആൻഡ് സെക്കൻഡ് ഈസ് പാൻ സ്ലേവിസം. പാൻ ജർമനിസം എന്താണെന്ന് നോക്കാം. നെയിം സജസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ ഒരു ജർമ്മൻ ഒരു ഇൻഫ്ലുവൻസിന് വേണ്ടി Germans aimed to unite the Teutonic people, that is Germanic people, and expand German influence into Central Europe and Balkan region. അതായത് ജർമ്മനിയുടെ മെയിൻ എയിം എന്തായിരുന്നു, അവർക്ക് അവരുടെ എയിം എന്ന് പറയുന്നത് അവർ ടെക്ടോണിക് ഓർ ജർമ്മനിക് പീപ്പിളിനെ യുണൈറ്റ് ചെയ്യണം. ജർമ്മനിക് പീപ്പിളിന് എല്ലാവർക്കും ഒരേ ആശയത്തോട് മുന്നോട്ട് പോകണം എന്നൊരു തോട്ടിലേക്കാണ് പാൻ ജർമനിസം മുന്നോട്ട് വെച്ചത്. അതിന്റെ ഭാഗമായി ദേ ഹാവ് എക്സ്പാൻഡ് ജർമ്മൻ ഇൻഫ്ലുവൻസ്. ജർമ്മന്റെ ഇൻഫ്ലുവൻസ് എന്ത് ചെയ്യണം, ദേ വാണ്ട് ടു എക്സ്പാൻഡ്. അതവർക്ക് എക്സ്പാൻഡ് ചെയ്യണം. എന്ത് ചെയ്യണം? എക്സ്പാൻഡ് ടു എങ്ങോട്ട്? യൂറോപ്പ് ആൻഡ് ബാൽക്കൻ റീജിയൻ. ബാൽക്കൻ റീജിയനിലേക്ക് അവർക്ക് എക്സ്പാൻഡ് ചെയ്യണം. ഈ ഒരു തോട്ടായിരുന്നു പാൻ ജർമനിസം മുന്നോട്ട് വെച്ചത്. ഇനി പാൻ സെർവിസം അതിൽ പറഞ്ഞ യൂണിഫിക്കേഷൻ ഓഫ് റീജിയൻസ്
Eastern Europe inhabited by Slavic people, Serbia, a Balkan region, led this movement and Russia supported this. ഇതും കൊണ്ട് ഉദ്ദേശിച്ച മെയിൻ ആയിട്ട് അവിടെയുള്ള സേർവിക് പീപ്പിളിനെ യൂറോപ്പിന്റെ ഈസ്റ്റേൺ റീജിയൻസിലുള്ള പീപ്പിളിനെ യുണൈറ്റ് ചെയ്യണം. ഇതിന് ഏറ്റവും മുന്നോട്ട് വന്നത് സെർബിയാണ്. സെർബിയ സപ്പോർട്ട് ചെയ്തുകൊണ്ട് റഷ്യയും വന്നു. അപ്പം ഒരു എക്സ്ട്രീം നാഷണലിസത്തിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി 2 ഓർഗനൈസേഷൻസ് ഉണ്ടായിരുന്നു. ഫസ്റ്റ് വൺ ഈസ് പാൻ ജർമനിസം ആൻഡ് സെക്കൻഡ് ഈസ് പാൻ സ്ലേവിസം. തേർഡ് റീസണിലേക്ക് പോകുന്നു. തേർഡ് റീസൺ ഈസ് ഫസ്റ്റ് വേൾഡ് വാറിന്റെ തേർഡ് റീസൺ ഈസ് ഫോർമേഷൻ ഓഫ് മിലിറ്ററി അലയൻസ്. വാട്ട് ഈസ് ഫോർമേഷൻ ഓഫ് മിലിറ്ററി അലയൻസ്? മിലിറ്ററി അലയൻസുകൾ ഫോം ചെയ്യുന്നു. അതായത് നമ്മുടെ ഇടയിലും നമ്മളൊന്ന് ആദ്യമായിട്ട് ക്ലാസ്സിൽ ചെല്ലുമ്പോൾ നമ്മൾ കുറച്ച് പേരെ കാണുന്നു. നമ്മുടെ ബെഞ്ചിൽ കുറച്ച് പേരുണ്ടാവും, 3-4 പേര്. നമ്മൾ പതുക്കെ അവരായിട്ടൊക്കെ ഒരു ഫ്രണ്ട്സ് ആവും, നമ്മൾ പരിചയപ്പെടുന്നു, ഫ്രണ്ട്സ് ആവും. പിന്നീട് അതൊരു ഗ്യാങ് ആയി മാറുന്നു. എന്തുണ്ടാവും? ഒരു ഗ്യാങ്ങുകളായിട്ട് മാറുന്നു. അങ്ങനെ ക്ലാസ്സിൽ ചിലപ്പോൾ 1, 2, 3 ഗ്യാങ്ങുകളുണ്ടാവും. ഗ്യാങ്ങിനകത്ത് ചിലപ്പോൾ 1, 2 പേരെ ഉള്ളായിരിക്കും, ചിലപ്പോൾ 5 പേരുടെ ഒരു ഗ്യാങ് ആയിരിക്കും. അങ്ങനെ ഗ്യാങ്ങുകളുണ്ടാവും. അപ്പൊ ഈ ഒരു ഇമ്പീരിയലിസം, കൊളോണിയൽ പവർ എക്സ്പാൻഡ് ചെയ്യണം, ഇമ്പീരിയലിസം ഉണ്ടാവണം എന്നൊരു തോട്ടിൽ ഉണ്ടായിരുന്ന കാലഘട്ടത്തിലും പല കൺട്രീസും ചില കൺട്രികളെ കൂട്ടുകൂടാൻ തുടങ്ങി. അങ്ങോട്ടും ഇങ്ങോട്ടും അവർക്ക് ഷെയർ ചെയ്യാൻ കുറെ ഫാക്ടേഴ്സും കാര്യങ്ങളും ചെയ്യാനായിട്ട് തുടങ്ങി. അതിൽ പ്രധാനമായി ഫസ്റ്റ് വരുന്നത് ഇംഗ്ലണ്ട്. ഇതിനകത്ത് അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഇംഗ്ലണ്ട്, ഫ്രാൻസ്, റഷ്യ. ഇവരേതിലേക്ക് വന്നു? 2 എണ്ണമാണ് ഫോം ചെയ്യുന്നത്. 2 കൺട്രീസ് ആണ് ഫോം ചെയ്യുന്നത്. ഫസ്റ്റ് വൺ ഈസ് മിലിറ്ററി അലയൻസ്. ഇറ്റ്സ് ക്ലിയർ ആയിട്ട് ബോർഡിൽ എഴുതണം. മിലിറ്ററി അലയൻസ് ഫോം ചെയ്യുന്നു. 2 കൂട്ടുകാരാണ്, 2 ഗ്യാങ്സ് ആണ് ഉണ്ടാവുന്നത്. ഫസ്റ്റ് ഈസ് ട്രിപ്പിൾ അലയൻസ്. എന്താണ് ട്രിപ്പിൾ അലയൻസ്? ആസ് ഇറ്റ് പേര് സജസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ 3 പേരുണ്ട്. ആരൊക്കെയാന്ന് നോക്കാം. സെക്കൻഡ് ഈസ് ട്രിപ്പിൾ എൻറ്റിറ്റി. എന്താണ് ട്രിപ്പിൾ എൻറ്റിറ്റി? ഇനി ട്രിപ്പിൾ അലയൻസിൽ ആരൊക്കെ ഉണ്ടെന്ന് നോക്കാം. ട്രിപ്പിൾ അലയൻസിൽ വരുന്ന ജർമ്മനി, ഓസ്ട്രിയ ഹംഗറി, ഇത്തിരി ഒന്ന് വലുതാക്കാം അല്ലേ. നെക്സ്റ്റ് ഈസ് ഇറ്റലി. ഈ ട്രിപ്പിൾ എൻറ്റിറ്റിയിൽ ആരൊക്കെ ഉണ്ടെന്ന് നോക്കാം. ട്രിപ്പിൾ എൻറ്റിറ്റിയിലുണ്ട് ഇംഗ്ലണ്ട് ഉണ്ട്, ഫ്രാൻസ് ഉണ്ട്, റഷ്യ ഉണ്ട്. അപ്പൊ ആരൊക്കെയാണ് ഉള്ളത്? ട്രിപ്പിൾ എൻറ്റിറ്റി നോക്കാം. ട്രിപ്പിൾ അലയൻസിൽ ജർമ്മനി ഉണ്ട്, ഓസ്ട്രിയ ഹംഗറി ഉണ്ട്, ഇറ്റലി ഉണ്ട്. അതാണ് മിസ് ഈ ഗ്രാഫിക്സിലൂടെ പറയുന്നത്, ഒരു ഇമേജിലൂടെ പറയുന്നത്. എന്താണ്? ഇറ്റലി ട്രിപ്പിൾ അലയൻസ് ആണ്. ഇറ്റലി ഉണ്ട്, ജർമ്മനി ഉണ്ട്, ഓസ്ട്രിയ ഹംഗറി ഉണ്ട്. ഇനി ട്രിപ്പിൾ എൻറ്റിറ്റി നോക്കുമ്പോൾ ഇംഗ്ലണ്ട് ഉണ്ട്, ഫ്രാൻസ് ഉണ്ട്, റഷ്യ ഉണ്ട്. ഈ ഒരു 3 കൺട്രീസ് ആണ് അടുത്ത ഗ്യാങ് എന്ന് പറയുന്നത്. അപ്പം ഈ ഗ്യാങ് എന്തിനാണ് ഫോം ചെയ്യുന്നതെന്നൊക്കെ അറിയണ്ടേ? ഈ ഒരു നേഷൻസ് ട്രിപ്പിൾ എൻറ്റിറ്റി ആയിട്ടും കണക്കാവുന്നു. ഇനി നമുക്കൊരു ഡൗട്ടാണ്, ഈ ട്രിപ്പിൾ അലയൻസും ട്രിപ്പിൾ എൻറ്റിറ്റിയും എങ്ങനെ അവർ കൂട്ടുകാരായെന്ന് മിസ് പറഞ്ഞുതരാം. ട്രിപ്പിൾ എൻറ്റിറ്റിയുടെ ട്രിപ്പിൾ അലയൻസിന്റെ നമുക്ക് കേൾക്കാം. ട്രിപ്പിൾ അലയൻസ് എന്ന് പറഞ്ഞാൽ ട്രിപ്പിൾ അലയൻസ് മിസ് ആരൊക്കെയായിരുന്നു പറഞ്ഞത്? ആരൊക്കെ പേരുകളായിരുന്നു പറഞ്ഞത്? മാപ്പി നോക്കിയേ പേരൊക്കെയാ? ഒന്ന് കമന്റ് ചെയ്യണേ. ജർമ്മനി, ഇറ്റലി, ഓസ്ട്രിയ, ഹംഗറി. എന്താണ്? ഓസ്ട്രിയ ഹംഗറി. ഈ 3 നേഷൻസ് എങ്ങനെ വന്നു എന്ന് ഇത്തിരി പറഞ്ഞുതരാം. അതായത് ഈ നേഷൻസിന്റെ ഇടയിൽ അവർക്ക് എപ്പോഴും
മിസ് പറഞ്ഞു എക്സ്ട്രീം നാഷണലിസം തോട്ട്സ് ഉണ്ട്, ഒരു കോമ്പറ്റേറ്റീവ് മൈൻഡ് സെറ്റ് ഉണ്ട്. എന്തൊക്കെയായിരുന്നു? എക്സ്ട്രീം നാഷണലിസം ഉണ്ടായിരുന്നു, നാഷണലിസം വന്നു, നാഷണലിസം തോട്ട് അവർക്ക് വന്നു. അതേപോലെ തന്നെ അവർക്കിടയിൽ കോമ്പറ്റീഷനും കൂടി വന്നു. കോമ്പറ്റീഷനും കൂടി വന്നപ്പോൾ എന്താണ് സംഭവിച്ചത്? ഇവർക്കിടയിൽ ഒരു ഫിയർ ഉണ്ടായി, മിസ്ട്രസ്. എന്താണ് ഫിയറും മിസ്ട്രസും ഒക്കെ വന്നപ്പോഴത്തേക്കിന്, അതായത് എനിക്കത് കിട്ടുമോ, എനിക്കത് നഷ്ടമാവോ, ഒരു ഭയം. അപ്പൊ എന്ത് ചെയ്യും? കൂട്ടുകൂടാന്ന് വിചാരിച്ചു, കൂട്ടുകൂടുന്നു. അപ്പം കോമ്പറ്റീഷൻ നാഷണലിസം വരുന്നു, ഫിയറും മിസ്ട്രസും അവർക്കിടയിൽ ഉണ്ടാവുന്നു. അപ്പൊ ഫിയറും മിസ്ട്രസും ആയപ്പോഴത്തേക്കിനും അവർ വിചാരിച്ചു ഇനി നമുക്കൊരു ഗ്യാങ് ആവാം. ഗ്യാങ് ആയേ പറ്റത്തുള്ളൂ, എങ്കിൽ മാത്രമേ കൂടുതൽ അവർക്ക് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. മറ്റുള്ള സപ്പോർട്ടോടുകൂടി എക്സ്പാൻഡ് ആകുമ്പോൾ ഇത്തിരി സ്ട്രോങ് ആവാനായിട്ട് സാധിക്കും. അങ്ങനെ ഒരു അലയൻസിലേക്ക് അവർ എത്താൻ തുടങ്ങി. എല്ലാവരും അലയൻസിലേക്ക്, അത് മിലിറ്ററി അലയൻസ് അങ്ങനെയാണ് ഉണ്ടാവുന്നത്. എങ്ങനെയാണ് മിലിറ്ററി അലയൻസ് അങ്ങനെ ഉണ്ടാകുന്നു? ഒരു ഫിയർ ആൻഡ് മിസ്ട്രസ് ഇടയിൽ വന്നു. അപ്പൊ ആളുകൾ ഓരോ നേഷൻസും അവർ ഇൻവോൾവ് ചെയ്യണം, ഇത് മാറണം, ഇത്തിരി സ്ട്രോങ് ആകണം എന്ന് തോന്നിയതുകൊണ്ടാണ് ഇവർ ഈ ഒരു സിസ്റ്റത്തിലേക്ക്, മിലിറ്ററി ഫോംസ് ഓഫ് അലയൻസിലേക്ക് വന്നത്. ഇനി ട്രിപ്പിൾ അലയൻസിന്റെ കേസിലേക്ക് വരുമ്പം, യുദ്ധം തുടങ്ങുന്നതിന് മുമ്പേ ജർമ്മനി ഇങ്ങനെ എക്സ്ട്രീം നാഷണലിസം ബിഹേവിയർ ഒക്കെ ഉണ്ട്, അവർക്ക് അവരുടെ നേഷനെ പ്രൊട്ടക്ട് ചെയ്യണം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഫ്രാൻസ് എന്ത് ചെയ്തു? ജർമ്മനിയിലോട്ട് വരുന്നു. ജർമ്മനിയിലോട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ജർമ്മനി വരുമ്പോ ജർമ്മനി അടങ്ങിയിരിക്കുവോ? ജർമ്മനി ഒന്നും നോക്കിയില്ല, സ്വന്തം നേഷൻ പ്രൊട്ടക്ട് ചെയ്യണ്ടേ. അവർക്ക് ഓൾറെഡി അവരുടേതായ കുറച്ച് എക്സ്ട്രീം നാഷണലിസം തോട്ട്സ് ഉള്ളവരാണ്. അപ്പൊ അവര് ഫ്രാൻസിനെ അടുപ്പിക്കാൻ ശ്രമിക്കൂ. അറ്റ് എനി കോസ്റ്റ് അവരുടെ നേഷനെ പ്രൊട്ടക്ട് ചെയ്യാനേ ശ്രമിക്കത്തുള്ളൂ. അങ്ങനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ഇവരെ ഇൻഡയറക്ട്ലി, രഹസ്യമായി, സീക്രട്ട്ലി, ഇതെല്ലാം ഒരു സീക്രട്ട് അലയൻസ് ആണ്. ഈ രണ്ട് അലയൻസ് എന്ന് പറയുന്ന ഒരു സീക്രട്ട് ആണ്. ഫോർമലൈസ് ചെയ്യുന്ന പിന്നീട് വാറിലേക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അതൊരു സീക്രട്ട് ആണ്. അപ്പൊ പതുക്കെ ഇറ്റലി വരുന്നു. ഇവിടെയുള്ള ഇറ്റലി പതുക്കെ ജർമ്മനിയായിട്ട് കൂടുന്നു. ജർമ്മനിയായിട്ട് കൂട്ടുകൂടിയപ്പോഴത്തേക്കിന് ഫ്രാൻസിന്റെ ഒരു അധിനിവേശം, ഫ്രാൻസ് ജർമ്മനി അറ്റാക്ക് ചെയ്യാനുള്ള, ജർമ്മനിയിലെ കുറെ ഒരു പോർഷൻസ് എടുക്കാൻ ശ്രമിച്ച ട്രൈസ് അവിടെ ക്യാൻസൽ ഔട്ട് ചെയ്യാണ്. കാരണം ഇറ്റലിയോട് വന്നു, അപ്പൊ ജർമ്മനി ഇത്തിരി സ്ട്രോങ് ആയി. പിന്നെ പതുക്കെ ഓസ്ട്രിയ ഹംഗറി വരുന്നു. അങ്ങനെ 1914 വാർ വന്നപ്പോൾ, ഫസ്റ്റ് വേൾഡ് വാർ വന്നപ്പോൾ ഇവരെല്ലാം ഒറ്റക്കെട്ടായി. ആരൊക്കെ? ഇവരെല്ലാം ഒറ്റക്കെട്ടായിട്ട് എന്ത് ചെയ്തു? ഗ്രൂപ്പായി. അങ്ങനെ ഗ്രൂപ്പായി 1915 ട്രിപ്പിൾ അലയൻസ് എന്ന് പറയുന്ന മിലിറ്ററി അലയൻസ് ഉണ്ടായി. ട്രിപ്പിൾ അലയൻസ് എന്ന് പറയുന്നത് എന്താണ്, എങ്ങനെയാണ് വന്നത്? ആദ്യം ജർമ്മനിയിലേക്ക് ഫ്രാൻസിന്റെ ഒരു കടന്നുകയറ്റം ഉണ്ടായി. അതിനെ തടയാൻ വേണ്ടി ഇറ്റലി വന്ന് സീക്രട്ട്ലി സപ്പോർട്ട് ചെയ്തു, രഹസ്യമായിട്ട് സപ്പോർട്ട് ചെയ്തു. പിന്നെ ഓസ്ട്രിയ ഹംഗറി 1914 ഒക്കെ ആയപ്പോഴത്തേക്കിനും വാറായി. വാറിൽ നിന്ന് മുക്തി നേടാനായിട്ട് എല്ലാവരും ഇത്തിരി സ്ട്രോങ് ആവണം തോന്നി, സ്ട്രോങ് ആയി. അങ്ങനെ 1915 ട്രിപ്പിൾ അലയൻസ് എന്ന് പറഞ്ഞ ഒരു അലയൻസ് ക്രിയേറ്റ്. എൻറ്റിറ്റിയെ പറ്റി നമ്മൾ പറയുമ്പോൾ ഇങ്ങനെ ജർമ്മനി, മിസ് പറഞ്ഞു, ജർമ്മനി ഒരു എക്കണോമിക്കലി സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ജർമ്മനി പതുക്കെ ചെറുതായിട്ടൊക്കെ സീക്രട്ട്ലി ചില അലയൻസസ് ഒക്കെ ഉണ്ട്. ഇറ്റലി ആയിട്ട് ചില കൂട്ടുണ്ട്, ഓസ്ട്രിയ ഹംഗറിയും കൂട്ടുണ്ട്. അങ്ങനെ ഇവര് സ്ട്രോങ് ആവുന്നു എന്ന് കണ്ടപ്പോൾ റഷ്യ ആൻഡ് ഫ്രാൻസ്, ഇംഗ്ലണ്ട്, ബ്രിട്ടനൊക്കെ ഭയങ്കര ഒരു ഫിയർ ആയി. അപ്പൊ അവരെന്ത് ചെയ്തു? ഫ്രാൻസ് ഒക്കെ ഇവരെല്ലാവരോടും ഒരുമിച്ച് വന്നിട്ട് പുതിയൊരു അലയൻസ് ക്രിയേറ്റ് ചെയ്തു. അവരെന്ത് അലയൻസ് ആണ് ക്രിയേറ്റ് ചെയ്തത്? ഇറ്റ്സ് കോൾഡ് ട്രിപ്പിൾ എൻറ്റിറ്റി. എന്താണ്? ട്രിപ്പിൾ എൻറ്റിറ്റി. ട്രിപ്പിൾ എൻറ്റിറ്റി ക്രിയേറ്റ് ചെയ്തു. അതാണ് ഈ ഒരു മാപ്പിൽ ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കുന്നത്. ട്രിപ്പിൾ എൻറ്റിറ്റി ഒക്കെ ഫോം ചെയ്തു, അതായത് കൂട്ടുകെട്ടൊക്കെ ഉണ്ടായി. അപ്പം ഇങ്ങനെ ഈ കൂട്ടുകെട്ടുണ്ടാകുമ്പോൾ വീണ്ടും ഒരു കോമ്പറ്റേറ്റീവ് മൈൻഡ്സ്, അതായത് മറ്റൊരാൾ ഗ്രോ ചെയ്യുന്നു, എന്നാൽ നമ്മൾ എത്രമാത്രം ഗ്രോത്ത് ആയി, അവർ കൂടുതൽ ഗ്രോത്ത് ആവുമോ, നമ്മുടെ കൊളോണിയൽ നേഷൻസ് കൂടി ഇവരെടുക്കുമോ,
അപ്പം ഈ ഒരു ത്രിബിൾ അലയൻസിലേക്ക് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത് മിസ് പറഞ്ഞു. നെക്സ്റ്റ് റീസൺ, അതായത് വാറിലേക്ക് അവർ എൻ്റർ ചെയ്യാനുള്ള ഡയറക്റ്റ് കോൺഫ്ലിക്റ്റിലേക്ക് എത്താനുള്ള റീസൺ ആണ് ഒരു ഷോർട്ട് ടൈം റീസൺ എന്ന് തന്നെ പറയാം. ഇത്രയും നാളും ഒരു ലോങ് ടൈം റീസണെ പറ്റിയായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്ത്. പിന്നെ ഷോർട്ട് ടൈം റീസൺ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് അസാസിനേഷൻ. എന്തോ നടന്നിട്ടുണ്ട്, സംതിങ്, എവിടെയോ ഒരു വശപ്പിശക് പോലെ. എന്താണ്, എവിടെയോ ഒരു കൊലപാതകം നടന്നിരിക്കുന്നു. എവിടെയായിരിക്കും? വേറെ എവിടെയല്ല, ഈ ഓസ്ട്രിയ ഹംഗറിയുടെ പ്രിൻസസ് ആയ ആർഡോക് ഫ്രാൻസ് ഫെർഡിനാൻഡ്. ആരാണ് പ്രിൻസസ്? ആരാണ്? ഓസ്ട്രിയ ഹംഗറിയുടെ പ്രിൻസസിനെ സെർബിയയിലെ ഒരു വയോധികൻ വന്ന് അസാസിനേറ്റ് ചെയ്തു, അതായത് കൊലപാതകം നടത്തി. അപ്പം തീർച്ചയായും അവർക്കിടയിൽ ഒരു ഇറിറ്റേഷൻസ് ഉണ്ടാവും. അങ്ങനെ ഇറിറ്റേഷൻസ് എന്തിലേക്ക് വഴിയഴിച്ചു? ഫസ്റ്റ് വേൾഡ് വാറിലേക്ക് വഴിയഴിച്ചു. ഓൾറെഡി ഓരോ ഫോംസ് ഓഫ് ഗ്രൂപ്പ്സ് ഓഫ് ഫ്രണ്ട്സ് ഉണ്ട്. ഫ്രണ്ട്സ്, ഇറ്റ്സ് കോൾഡ് അലയൻസ് ഉണ്ട്. അപ്പൊ ഈ ഒരു ഇതിന് ഈ അസാസിനേഷൻ ഇത്തിലൂടെ ആക്കം കൂട്ടി, ഇത്തിലൂടെ വാറിലേക്ക്, ഡയറക്റ്റ് വാറിലേക്ക്, കോൺഫ്ലിക്റ്റിലേക്ക് വരാൻ ചാൻസസ് ആയി. ഓസ്ട്രിയ ഹംഗറിയുടെ പ്രിൻസ് ആയിരുന്ന ആർഡോക് ഫ്രാൻസിസ് ഫെർഡിനാൻഡിനെ അസാസിനേറ്റ് ചെയ്യും സരോവിനോ, വേർ ഫോമർ ഫ്രഞ്ച് പ്രസിഡന്റ് മർട്ടാനാഡ് വിസിറ്റ്. ആ ഒരു സരോവിനോ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വെച്ച് അസാസിനേറ്റ് ചെയ്തു. ഈ അസാസിനേഷൻ നടത്തിയ ആളെന്ന് പറയുന്ന ഒരു സെർബിയൻ നാഷണലിസ്റ്റ് ആണ്. നാഷണലിസ്റ്റ് ചിന്താഗതിയുള്ള ആളുകളാണ്. അപ്പൊ വീണ്ടും അവർക്കിടയിൽ എന്തുണ്ടാവും? ഒരു റൈവലറി. അപ്പം ഡ്യൂ ടു ദ എക്സിസ്റ്റിംഗ് കോൺഫ്ലിക്ട് ബിറ്റ്വീൻ സെർബിയ ആൻഡ് ഓസ്ട്രിയ ഹംഗറി, ഓസ്ട്രിയ അക്യൂസ്ഡ് സെർബിയ ഓഫ് ഓർഗസ്റ്റിംഗ് ദ അസാസിനേഷൻ. ഇവര് കൊന്നതിന്റെ പ്രധാന കാരണം എന്താണെന്ന് പറഞ്ഞു? സെർബിയ മനഃപൂർവ്വം ചെയ്തതാണെന്ന് ഓസ്ട്രിയ ഹംഗറി പറഞ്ഞു. ദിസ് ലെഡ് ടു ദ ഓസ്ട്രിയ ഹംഗറി ടു ഡിക്ലെയർ വാർ അഗൈൻസ്റ്റ് സെർബിയ ഓൺ എന്താണ് ജൂലൈ 28, 1914. അപ്പൊ എന്നാണ് വാറിലേക്ക് അവരെത്തി തുടങ്ങിയത്? എത്തിയത് ജൂലൈ 28, 1914. ഫസ്റ്റ് വേൾഡ് വാറിലേക്ക് നമ്മൾ എത്തി. അപ്പൊ ഫസ്റ്റ് വേൾഡ് വാർ, as allied nations aligned themselves with their respective sides, the conflict expanded into the world war. വേൾഡ് വാറിലേക്ക് നയിക്കാനുള്ള മറ്റ് പ്രധാന കാര്യം എന്താ? ഇങ്ങനെ കൂട്ടുകാരൊക്കെ ഉണ്ടായിരുന്നു, അവർക്കിടയിൽ ഒരിത്. ഓസ്ട്രിയ ഹംഗറി പറഞ്ഞു സെർബിയ മനഃപൂർവ്വം ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ ഓസ്ട്രിയ ഹംഗറി എന്ത് ചെയ്തു? ഉടനെ ഇറ്റലിയും ജർമ്മനിയും വിളിച്ചു ചെന്നു. അപ്പൊ എന്ത് ചെയ്തു? റഷ്യ അടങ്ങിയിരിക്കോ? റഷ്യയും ഫ്രാൻസും ഒക്കെ എന്ത് ചെയ്തു? ഇംഗ്ലണ്ടും, അവരെല്ലാവരും കൂടി ഒരുമിച്ചായി. അങ്ങനെ ഇതൊരു വാറായിട്ട്, വേൾഡ് വാറിലേക്ക് തന്നെ ലീഡ് ചെയ്തു. അപ്പൊ മിസ് ഇത്രയും പറഞ്ഞുകൊണ്ടിരുന്നത് എന്തിലേക്കാണ്, എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് വേൾഡ് വാറിലേക്ക് എത്തപ്പെട്ടത്. സൈന് ഇത്തിരി സ്മോൾ ഫോർമാറ്റിലേക്ക് പോവാണെങ്കിൽ റീസൺസ് വളരെ സിമ്പിൾ ആണ്. പറഞ്ഞു ഇമ്പീരിയലിസം ആ ഒരു ചിന്താഗതി എല്ലാവർക്കും ഉണ്ടായിരുന്നു. അതേപോലെ നാഷണലിസം അതെന്തായിരുന്നു? അതൊരു എക്സ്ട്രീം നാഷണലിസം ആയിരുന്നു. പിന്നീട് അവർക്കുണ്ടാവുന്ന റീസൺ എന്തുവായിരുന്നു? മിസ് പറഞ്ഞത് അലയൻസസ് ഫോം ചെയ്തു, മിലിറ്ററി അലയൻസസ് ഫോം ചെയ്തു. പിന്നീട് സ്മോൾ റീസൺ അല്ല, ഒരു ഷോർട്ട് ടൈം കോസ് ആണ് അസാസിനേഷൻ. രാജാവിനെ, പ്രിൻസിനെ അസാസിനേറ്റ് ചെയ്തത്. അപ്പൊ ഈ ഒരു റീസൺസ് കാരണമാണ് പ്രധാനമായും വേൾഡ് വാറിലേക്ക് അവർ എത്തിയതിന്റെ കാരണം. ഇതൊക്കെ ഒരു ഇൻഡയറക്റ്റ് റീസൺസ് ആണ്. ഇതൊരു ഡയറക്റ്റ് റീസൺ ആണ്, ഡയറക്റ്റ് കോസ് ആണ്, ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ ഷോർട്ട് ടൈം. ഇതൊരു ലോങ് ടൈം, ഓരോ കാലഘട്ട പീരീഡിൽ വന്ന മാറ്റമായിട്ടാണ് നമുക്ക് കണക്കാക്കാൻ കഴിയുന്നത്. ഇനി ഇത്രയോടെ നമ്മൾ ഷോർട്ട് ഫോമിലാക്കുകയാണെങ്കിൽ മിൻ എന്ന് പറയാം. എന്താണ് മിൻ എന്ന് പറയാം? അപ്പം ഫസ്റ്റ് വേൾഡ് വാറിന്റെ ലോങ് ടൈം കോസ് അഥവാ മെയിൻ റീസൺ എന്താണ്? മിന്നാണ്. മിൻ മീൻസ് മിലിറ്ററി അലയൻസ്,
I means imperialism, N means nationalism or extreme nationalism. എക്സ്ട്രീം നാഷണലിസം. അതിലാരായിരുന്നു പ്രധാനമായി? ജർമ്മനിയും സെർബിയയായിരുന്നു. അതുകൊണ്ടാണ് സെർബിയ ഓസ്ട്രിയ ഹംഗറിയുടെ പ്രിൻസിനെ അസാസിനേറ്റ് ചെയ്തപ്പോൾ ഓസ്ട്രിയ ഹംഗറി എന്ത് പറഞ്ഞു? മനഃപൂർവ്വം ചെയ്തതാണ്, ഇത് ഞങ്ങൾ അടങ്ങിയിരിക്കത്തില്ല, വി ആർ ഗോയിങ് ഇൻ ടു വാർ. ഇറ്റ്സ് വാർ ഡിക്ലെയർഡ് ഓൺ July 28, 1914. ഷോർട്ട് ടൈം റീസൺ ആണ് അസാസിനേഷൻ. അപ്പം റീസൺ മറക്കത്തില്ലല്ലോ. ഇമ്പീരിയലിസവും പെട്ടെന്ന് ഓർത്തിരിക്കാൻ സാധിക്കും. അപ്പം കോസസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് മിസ് വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ മിസ് അടുത്ത ഒരു ഇതിലേക്ക് പോകുന്നു. വേറൊന്നുമല്ല, ഈ ഒരു വാറിന്റെ ആഫ്റ്റർ ഇഫക്ട്സ്, അതായത് വാർ എങ്ങനെ ഇൻഡിവിജ്വൽസിലേക്ക്, എങ്ങനെ ഒരു നേഷനിലേക്ക് പിന്നീട് ഇമ്പാക്ട്ഫുൾ ആയി, ഓരോ ഇതിലും എങ്ങനെ ഇമ്പാക്ട് ചെയ്യും. വാർ നടക്കുക എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ക്വൈറ്റ് നാച്ചുറൽ, വി ഗുഡ് സേ ദാറ്റ് ഇറ്റ്സ് വാർ നടന്നു. അവിടെ ചില നാശങ്ങളും ചില വെയ്റ്റ്സ് ഇൻഡിവിജ്വൽ വേറെ ഇറ്റ് ഈസ് ഏത് നേഷനിലുള്ള ഏത് കൺട്രിയിലുള്ള സിറ്റിസൺ ആണെങ്കിൽ പോലും സം ലോസസ് ഉണ്ടാവും. അത് എക്കണോമിക്കലാവും, സോഷ്യലാവും, എന്ത് തന്നെയാണ്. അവർ കൾച്ചർ ഒരു ഡാമേജസ് പോലും അവിടെ സംഭവിക്കും. അപ്പം ഈ ഒരു ഫസ്റ്റ് വേൾഡ് വാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല നേഷൻസും ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി ഇൻവോൾവ് ചെയ്തൊരു വാറാണ്. അതുകൊണ്ട് തന്നെ പല ലോസസും ഈ ഒരു വാറിന്റെ ഒരു റിസൾട്ട് ആയിട്ട് വന്നിട്ടുണ്ട്. മിസ് അത് പറയും. പിന്നെ എല്ലാവരും ഓർത്തിരിക്കുമല്ലോ. ആഫ്റ്റർ മത്ത് ഓഫ് വാർ, ഫസ്റ്റ് ഈസ് മില്യൺസ് ഓഫ് സോൾജേഴ്സ് ആൻഡ് സിവിലിയൻസ് ലോസ് ദെയർ ലൈഫ്സ്. ഒബ്വിയസ്ലി പല സോൾജേഴ്സും ഈ വാറിൽ ഇൻവോൾവ് ചെയ്യുന്നു. പൊളിറ്റീഷ്യൻസ് ഓർ ലീഡേഴ്സിനെ സംബന്ധിച്ച് വാർ ഡിക്ലെയർ ചെയ്യുന്നു. എന്നാൽ ഈ ഒരു ഗ്രൗണ്ട് ലെവലില് ഇറങ്ങുന്ന ആരാണ്? മിലിറ്ററി ആണ് ഓർ സോൾജേഴ്സ് ആണ് ഈ ഗ്രൗണ്ട് ലെവലിൽ ഇറങ്ങുന്നത്. അതേപോലെ തന്നെ സിവിലിയൻസും ഇതിന്റെ ഒരു ആഫ്റ്റർ ഇഫക്റ്റ് അവരാണ് ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്നത്. ഈ വാറിന്റെ ഒരു തീവ്രത മനസ്സിലാക്കുന്ന സിവിലിയൻസ് ആൻഡ് സോൾജേഴ്സ് ആണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഇഷ്ടംപോലെ നഷ്ടങ്ങൾ ഉണ്ടാവുന്നുണ്ട്. സെക്കൻഡ് റിസൾട്ട് ഈസ് ഇൻഡസ്ട്രിയൽ ആൻഡ് അഗ്രികൾച്ചർ സെക്ടേഴ്സ് വർ ഡിവാസ്റ്റേറ്റഡ്. പല ഇൻഡസ്ട്രിയൽ നഗരങ്ങളും പല ഇൻഡസ്ട്രി ഫാക്ടറികൾ വരെ നശിക്കും, ചിലർ കീഴടക്കും. അതേപോലെ തന്നെ അഗ്രികൾച്ചർ സെക്ടേഴ്സ്, ഫീൽഡുകളൊക്കെ നശിക്കും. അത് നല്ല വളക്കൂറുള്ള മണ്ണാണെങ്കിൽ ഈ ഓരോ യുദ്ധങ്ങൾ കഴിയുമ്പോഴും ചിലപ്പോൾ കൃഷി നടന്നുകൊണ്ടിരിക്കുക, ഹാർവസ്റ്റിലേക്ക് ടൈമിലേക്ക് എത്തുന്ന ഒരു ടൈം ആണെങ്കിൽ അവിടെ ഒരു കൃഷി കയറി, സോൾജേഴ്സ് ഒക്കെ കയറി, സിവിലിയൻസ് നമ്മൾ രക്ഷപ്പെടാൻ വേണ്ടിയാണേലും കയറുന്ന സമയത്ത് ആ ഫീൽഡിൽ ഒരു നാശം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഫുഡ് സെക്യൂരിറ്റി ഒക്കെ ഉണ്ടാവും, പോവർട്ടി ഉണ്ടാവും. അപ്പൊ അതുകൊണ്ടാണ് ഇൻഡസ്ട്രിയൽ ആൻഡ് അഗ്രികൾച്ചർ വേറെ ഡിവാസ്റ്റേറ്റഡ്, ഇൻഡസ്ട്രിയും അഗ്രികൾച്ചറും ഡിവാസ്റ്റേറ്റഡ്. ആൻഡ് ഓൾസോ അതിന് മറ്റൊരു റീസൺ പറയുമ്പം സിവിലിയൻസ് അവരുടെ ലൈഫ് ലോസ്റ്റ് ആയി, പല വർക്കേഴ്സ് ഇല്ലാതായി കഴിഞ്ഞാൽ പിന്നെ ഇൻഡസ്ട്രിയോ അഗ്രികൾച്ചർ ഫീൽഡിനോ നമുക്കൊരു ഇമ്പോർട്ടൻസ് ഇല്ലാതാവുന്നു. Another result is marked the beginning of the decline of European global domination. അത് ഇത്രയും നാളും യൂറോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു സംഭവമായിട്ടായിരുന്നു അവർ സ്വയം കരുതിയിരുന്നു. അവർക്ക് അതേപോലെ തന്നെ പവറും ഉണ്ടായിരുന്നു. ഇവർ ഈ യുദ്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞപ്പോഴത്തേക്കിന് ഇവരുടെ എക്കണോമിക്കൽ ബാലൻസ് അതേപോലെ സോഷ്യൽ ലൈഫിൽ ചില ചേഞ്ചസ് ഉണ്ടാവാൻ തുടങ്ങി. ഗ്ലോബൽ ഡൊമിനേഷൻ ആണ് ഉണ്ടായിരുന്നത്. അപ്പം യൂറോപ്പിന്റെ ഓരോ ഗ്ലോബൽ ഡൊമിനേഷൻസും ഇങ്ങനെ അവർക്ക് ഡിമിനിഷ് ആയി. ഈ വാറിന്റെ ഒരു പരിണത ഫലമായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. ഡിമിനിഷ് ആയപ്പോൾ അവരുടെ ഒരു സ്ട്രെങ്ത് അവിടെ കുറഞ്ഞു. ബിക്കോസ് ദേ ആർ പൊളിറ്റിക്കലി ആൻഡ് സോഷ്യലി, എക്കണോമിക്കലി ആൻഡ് സോഷ്യലി എന്ന് പറയാം. പൊളിറ്റിക്കലി വരുന്നതിന് മുമ്പ് സോഷ്യൽ ആൻഡ് എക്കണോമിക് അവരുടെ ഒരു ഡൊമിനൻസ് കുറഞ്ഞു. ബിക്കോസ് വാറിൽ എൻട്രി ആയി കഴിയുമ്പോൾ എക്കണോമിക്കൽ ഒരു സ്റ്റെബിലിറ്റി നഷ്ടപ്പെടാനുള്ള ചാൻസസ് കൂടുതലാണ്. ഫോർത്ത് റിസൾട്ട് ഈസ് ഫ്രീഡം മൂവ്മെന്റ്സ് ഇൻ ഏഷ്യ ആൻഡ് ആഫ്രിക്ക ഗെയിൻഡ് മൊമെന്റം. അതായത് ഏഷ്യയിലും ആഫ്രിക്കയിലും, എസ്പെഷ്യലി ആഫ്രിക്കയിലായിരുന്നു നമ്മൾ മിസ് പറഞ്ഞു സ്ലേവ്സിന്റെ ഡൊമിനൻസ് കൂടുതൽ എടുത്തത്. സ്ലേവ്സിനെ എടുത്തത് എവിടെ നിന്നായിരുന്നു? ആഫ്രിക്കയിൽ നിന്നായിരുന്നു. അങ്ങനെ വന്നപ്പോൾ എന്ത് സംഭവിച്ചു? ആഫ്രിക്കയും ഏഷ്യയും ഈ വാറിന് ശേഷം ആഫ്രിക്ക ഏഷ്യൻ കോണ്ടിനെന്റ്സ് ഇത്രയോടെ ഫ്രീഡം മൂവ്മെന്റ്സിലേക്ക് അവരെത്തി. ഫ്രീഡം വേണം, അവർക്ക് ഫ്രീഡത്തിലേക്ക് എത്തണം എന്നൊരു തോട്ടിലേക്ക് വന്നപ്പോൾ പല മൂവ്മെന്റ്സും അവിടെ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. അനദർ റിസൾട്ട് ഈസ് ഫോർമേഷൻ ഓഫ് ദി ലീഗ് ഓഫ് നേഷൻ ഫോം ചെയ്തു.
എന്താണ് ഈ ലീഗ് ഓഫ് നേഷൻ? ലീഗ് ഓഫ് നേഷൻ ഇത് നമ്മൾ UNO എന്നൊക്കെ പറയത്തില്ലേ, അതേപോലുള്ളൊരു ഫസ്റ്റ് അതിൻ്റെ ഒരു പ്രൈമറി ഫോം ആയിരുന്നു ഈ ലീഗ് ഓഫ് നേഷൻ എന്ന് പറയുന്നത്. അത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്, ഇറ്റ് ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ അമേരിക്കൻ പ്രസിഡന്റ്. ഇതാരാണ് പ്രപ്പോസ് ചെയ്തത്? പ്രപ്പോസ്ഡ് ബൈ അമേരിക്കൻ പ്രസിഡന്റായ വുഡ്രോ വിൽസൺ ആണ് ഇത് പ്രപ്പോസ് ചെയ്തത്. ഇതിന്റെ പ്രധാന എയിം എന്തായിരുന്നു? അവർ ഇതുകൊണ്ട് ലക്ഷ്യം വെച്ച് എന്തായിരുന്നു? ഒബ്വിയസ്ലി വേൾഡ് പീസ് ആണ്. ഒരു ഗ്ലോബൽ ഓരോ നേഷൻസും ഫ്രീഡം കൊടുക്കണം. ഫ്രീഡം ടു ഓൾ നേഷൻസ്, എല്ലാ നേഷൻസിനും ഫ്രീഡം കിട്ടണം. അതുവഴി വേൾഡിന് പീസ് ആൻഡ് സെക്യൂരിറ്റി ഉണ്ടാവണം. ഇത് മുൻനിർത്തിയായിരുന്നു ഈ ലീഗ് ഓഫ് നേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. എന്നാണ് ഇത് എക്സ്റ്റാബ്ലിഷ് ചെയ്തത്? ഇറ്റ്സ് എക്സ്റ്റാബ്ലിഷ് ഓൺ January 10th, 1920 ടു റീസ്റ്റോർ ദ ഗ്ലോബൽ പീസ് ആൻഡ് സെക്യൂരിറ്റി. അപ്പൊ എന്താണ് 1920 January 10 ഇത് എക്സ്റ്റാബ്ലിഷ് ചെയ്തത്. അപ്പൊ ലീഗ് ഓഫ് നേഷൻ എന്ന് വെച്ചാൽ ഒരു ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ആണ്. വേൾഡ് പീസ് പ്രൊമോട്ട് ചെയ്യണം, അത് ലക്ഷ്യം വെച്ച് വന്നൊരു ഇതാണ്. അനദർ റീസൺ, നമ്മൾ റിസൾട്ടിലേക്കാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അനദർ ലാസ്റ്റ് ഫൈനൽ റിസൾട്ട് ആണ് ഇറ്റലി, ജർമ്മനി ആൻഡ് സ്പെയിൻ ട്രാൻസിഷൻഡ് ടു ടോട്ടാലിറ്റേറിയൻ റീജൻസ്. അവരെന്ത് ഇത്തിരൂടി അധീനതം, ഇത്തിരൂടി അവർക്കിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യണം എന്നൊരു ടോട്ടാലിറ്റിയൻ ചിന്താഗതിയിലേക്ക് ഇറ്റലി, ജർമ്മനി, സ്പെയിൻ എന്ന കൺട്രീസ് വന്നു. അപ്പം മിസ് ഇത്രയും നേരം പറഞ്ഞത് കുറച്ച് റിസൾട്ടാണ്, അതായത് വാറിന്റെ ഒരു പരിണിത ഫലങ്ങളെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. എന്തൊക്കെയായിരുന്നു? സോൾജിയേഴ്സിനും സിവിലിയൻസിനും അവരുടെ ഒരു ലൈഫ് നഷ്ടപ്പെട്ടു. ഇൻഡസ്ട്രിയൽ ആൻഡ് അഗ്രികൾച്ചർ ഡിവാസ്റ്റേഷൻ, അതൊക്കെ ഒരു ഡിമിനിഷ്ഡ് ആയെന്ന് തന്നെ പറയാം, അല്ലെ ടോട്ടലി ഡിസ്ട്രോയിഡ് ആയ ഒരു സിറ്റുവേഷനായി. യൂറോപ്യൻ ഗ്ലോബൽ ഡൊമിനേഷൻ ഇല്ലാതെ അത് കുറഞ്ഞു വന്നു. പിന്നീട് ഏഷ്യ ആൻഡ് ആഫ്രിക്ക കോണ്ടിനെന്റ്സിന് ഇത്തിരി ഫ്രീഡം കിട്ടിയ, അവർക്ക് ഫ്രീഡം മൂവ്മെന്റ് വേണം എന്നൊരു ചിന്താഗതിയിലെത്തി. പിന്നീട് ലീഗ് ഓഫ് നേഷൻ, അതായത് ഗ്ലോബൽ പീസ് ആൻഡ് സെക്യൂരിറ്റി എന്നൊരു തോട്ടിലേക്ക് ഒരു പ്രത്യേക ഒരു ഓർഗനൈസേഷൻ തന്നെ എക്സ്റ്റാബ്ലിഷ് ചെയ്തു. പിന്നീട് വന്ന് ഒരു ടോട്ടാലിറ്റേറിയൻ റീജിയൻ, ആ ഒരു റെജീം വരണം, കൂടുതൽ ഒരു കൺട്രിയിലേക്ക് ഫോക്കസ് ആവണം, ആ കൺട്രി കൂടുതൽ ഡെവലപ്ഡ് ആവണം, തൻ്റെ കൺട്രി വലുതാണെന്ന ഡൊമിനേഷൻ കിട്ടണം എന്നൊരു ചിന്താഗതിയിലേക്ക് ഇറ്റലി, ജർമ്മനി, സ്പെയിൻ എന്നീ കൺട്രീസ് വന്നു. ടോട്ടാലിറ്റേഴ്സ്, അപ്പം ടോട്ടാലിറ്റേഴ്സിന്റെ ഒരു ഇഫക്റ്റ് എങ്ങനെയായിരിക്കും, അതിന്റെ ചേഞ്ച് എക്സ്ട്രീമിലേക്ക് എങ്ങനെ പോകുന്നു എന്ന് മിസ് ഇനി വരുന്ന സെക്ഷനിൽ പറയാം. അപ്പം ഇന്ന് മിസ് പറഞ്ഞത് വേൾഡ് വാർ ആണ്. വേൾഡ് വാറിലേക്ക് വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്, അതിന് ഈ ലോങ് ടേം ആണെങ്കിലും ഷോർട്ട് ടേം റീസൺസ് എന്താണെന്ന് നോക്കി. അതേപോലെ തന്നെ അതിന്റെ റിസൾട്ട്, ഒരു പരിണിത ഫലം എങ്ങനെയാണെന്നും നോക്കി. അതെങ്ങനെ ആളുകളിൽ ഇമ്പാക്റ്റ്ഫുൾ ആയി, എങ്ങനെ അതിലെ ഇൻഫ്ലുവൻസ് അവരെ അഫക്റ്റ് ചെയ്ത് എങ്ങനെയാണെന്നും മിസ് പറഞ്ഞു. ഇതെല്ലാം ഒരു സിമ്പിൾ ടോപ്പിക്കാണ്. വേൾഡ് വാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ നേരത്തെയൊക്കെ ഒരു ഹെവി ഹെറ്റിക് പോർഷനായിട്ടായിരിക്കും തോന്നിയത്. മിസ് സിമ്പിളായിട്ട് തന്നെ പറഞ്ഞു എന്ന് തോന്നുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വീണ്ടും ഒന്നുകൂടി ഈ സെക്ഷൻ കാണുക, ഇത്തിരി കൂടി സ്പീഡ് കുറച്ച് നന്നായിട്ട് തന്നെ കാണാം. ക്രിസ്മസ് എക്സാമിന് നല്ലൊരു ഇതാണ് ഈ കോസസ് എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. അതിലെ തന്നെ മിസ് പറഞ്ഞു ചില ഓർഗനൈസേഷൻ എക്സ്ട്രീം നാഷണലിസത്തിനെ പ്രൊമോട്ട് ചെയ്യാൻ ചില ഓർഗനൈസേഷൻസ് വന്നു. അതൊക്കെ ആ ഒരു ടേംസ് ഒക്കെ നന്നായി തന്നെ ഓർത്തിരിക്കുക. അതൊക്കെ ചെറിയ ഒരു 1 മാർക്കിനും 2 മാർക്കിനും ഒക്കെ ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇതൊന്നുകൂടി റിപ്പീറ്റ് അടിച്ച് കേൾക്കുക. ഇനി വരുന്ന സെക്ഷൻസിൽ മിസ് ബാക്കി ടോപ്പിക്സ് ആയിട്ട് വരുന്നതാണ്. ബൈ.